ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തമ്മിലൈൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ഉണക്കമാന്തളും കൂർക്കയും കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ, എന്നാലും നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 5 മാന്തളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാന്തളാണ് കേട്ടോ. 5 എണ്ണം എടുത്തിട്ട് ഞാൻ ഉണക്കമാന്തൾ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കൂർക്കയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് വരണം. അങ്ങനെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്ര കൂർക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കൂർക്ക മതി കേട്ടോ നമുക്കതിലേക്ക്. അപ്പോൾ കൂർക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് നടു ഒന്ന് മുറിച്ചിട്ട് അങ്ങനെ 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കൂർക്ക. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി കഴുകിയെടുക്കണം. കല്ലൊന്നും മണ്ണൊക്കെ ഉണ്ടാവും, അതൊക്കെ കടിക്കാതിരിക്കാൻ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച കൂർക്കയാണ്, അതുകൊണ്ടാണ് 2 വിസിലടിക്കണത്. അല്ലെങ്കിൽ ഒറ്റ വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിസിലടിച്ചെടുക്കാം കേട്ടോ. പിന്നെ മാന്തൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് തൊലിയൊക്കെ കളഞ്ഞൊന്ന് നടുവൊന്ന് മുറിച്ച് ഒരു മാന്തൾ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കൂർക്കി അതുപോലെ വേവിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയുള്ളിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചെടുത്തതും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന മസാലപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ, മീഡിയം എരിവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കറിയല്ല, അരപ്പവും മസാലപ്പൊടികളും തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിങ്ങനെ തിളച്ച് വരണം. ആ തിളച്ച് വന്ന് നന്നായി തിളച്ച് അങ്ങോട്ട് ഇതായതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മാന്തളൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും കേട്ടോ. ഉണക്കമീനൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം അങ്ങോട്ട് തിളയ്ക്കാനും പാടില്ല, 2-3 തള തിളയ്ക്കാൻ പാടുള്ളൂ. നന്നായിട്ട് അധികം നേരം വെച്ച് കുക്ക് ചെയ്യാനും പാടില്ല കേട്ടോ മീൻ ചേർത്തതിന് ശേഷം, പിന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ അത് ഏകദേശം വെള്ളക്കറിയൊക്കെ ഒരു മഞ്ഞക്കറി ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയാം. അതേപോലെ കൂർക്കയിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കണം. ആ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഞാനിതൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. നന്നായി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഞാൻ നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മീൻ ചേർത്ത് നമ്മൾ കറിയുടെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമീനൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളറിയാതെ ഉപ്പ് ചേർത്ത് പോവും. പിന്നെ ഈ മീനും കൂടി അതിലിടുമ്പോൾ വല്ലാണ്ട് ഉപ്പ് അങ്ങോട്ട് കൂടും കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഉണക്കമീൻ കുതിർത്ത് അവിടെ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഉപ്പ് ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പം ഞാൻ മാന്തളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ചട്ടി ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ ആയതിൻ്റെ ശേഷം കറി എടുക്കുന്ന സമയത്തും വല്ലാണ്ട് അങ്ങോട്ട് കുത്തി ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. വേഗം തന്നെ മാന്തളൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ എന്താ വെച്ചാൽ മുള്ളിങ്ങനെ നിൽക്കും കേട്ടോ. മുള്ളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇടങ്ങേറാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതേ കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഇല്ല കേട്ടോ, ഒരു 3-4 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാന്തളൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂർക്കയിലേക്ക് നന്നായി മസാലയൊക്കെ ഒന്ന് പിടിച്ച് തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ആ സമയത്ത് വീഡിയോ ഞാനൊന്ന് ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കറി അവിടെ ഇറക്കി വെച്ചതിന് ശേഷം ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക്
ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയ്ക്ക് നമ്മൾ നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം ഇതിലാക്കിയിട്ട് വേണം ഉലുവ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ആ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഈ താളിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഈ താളിപ്പ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ച് കഴിയുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഇല്ലെങ്കിലും വേണ്ട, വളരെ കുറച്ച് മതി കേട്ടോ, മുളക് പൊടി ഒന്നിങ്ങനെ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ആ താളിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ വെറും മഞ്ഞ കളർ മാത്രമായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു ചുവന്ന കളറും മഞ്ഞ കളറും കൂടി ആവാൻ വേണ്ടി, കറിക്ക് നല്ലൊരു ഇതും കൂടി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതേ താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ കൂർക്കയും മാന്തളുമായിട്ട് നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു പറ ചോറുണ്ണാനൊക്കെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്ക്, ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.